അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള ആ പരിപാടിയുടെ ഭാഗമായിരുന്നു നടി ദിവ്യ ഉണ്ണി. ഈ സംഭവത്തിന് ശേഷം അവർ വിളിച്ചോ, വന്ന് കണ്ടോ? ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ദിവ്യ ഉണ്ണി എന്നെ വിളിച്ചിരുന്നു മഞ്ജു വാര്യർ വന്നതിന് ശേഷം. ഒരു പക്ഷേ മഞ്ജുവിനോട് ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞിരുന്നു. താങ്ക്സ് ഫോർ എ ഗ്രേറ്റ് ഡേ പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോൾ ദിവ്യ ഉണ്ണി എന്നെ അടുത്ത സൺഡേ തന്നെ വിളിക്കുകയുണ്ടായി. സാറ്റർഡേ ഓർ സൺഡേ വിളിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു ദിവ്യ തന്നെ ആണോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ കളിയാക്കി തന്നെയാ ചോദിച്ചത്. വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോയി, ഇപ്പോഴല്ല പ്രതികരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇതിന് മുന്നേ തന്നെ ദിവ്യ എന്ത് തന്നെയാണെങ്കിലും പേടിയാണെങ്കിലും അവിടെ പോയ ഉടനെ പ്രീപോൺ ചെയ്ത് യാത്ര നടത്തിയപ്പോൾ അവിടെ ചെന്ന് പറയണമായിരുന്നു, ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ ലീവ് മീ അലോൺ. മാത്രമല്ല എനിക്കിവിടെ വരേണ്ടതുണ്ടായിരുന്നു. എൻ്റെ കുട്ടി ഇവിടെ ആയിപ്പോയതുകൊണ്ട് ഞാൻ ഉടനെ എത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വന്നതാണ്. എന്നാൽ ഞാൻ ഈ വിവരം ഇത്ര സീരിയസ് ആയിട്ട് അറിഞ്ഞില്ല, എന്നെങ്കിലും പറയേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. പോട്ടെ. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ?